നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 15/4/2024 നടന്ന പോലീസ് ഡ്രൈവർ എക്സാമിനേഷന്റെ ആൻസർ കീ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പരീക്ഷ വളരെ പാടൊന്നും അല്ലായിരുന്നു, എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. പാഠപുസ്തകത്തിലെയും അതേപോലെ തന്നെ ഈസി ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പോലീസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായാലും അതുപോലെ തന്നെ ഏതാണ് ഈ പറയുന്ന ഡ്രൈവർ ടോപ്പിക്കുകളായാലും ഒരു 1-2 ചോദ്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്, വളരെ എളുപ്പമായ ഒരു പരീക്ഷ തന്നെയാണ്. നമുക്ക് അതിന്റെ ആൻസർ കീ ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം ഇതാണ്: യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഏതെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാതെ ഏതാണ്? വിശ്വഭാരതി സർവകലാശാലയാണ്. ഒന്നാമത്തെ ആൻസർ എ ആണ്. ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. അപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കോഡ് ഏതാണ്? എ ആണ്. ഓർത്തിരിക്കുക, മാറിപ്പോണ്ട. ക്വസ്റ്റ്യൻ കോഡ് എ ആണ്. വിശ്വഭാരതി സർവകലാശാലയാണ് ആൻസർ ആയിട്ട് വരുന്നത്. JC ഡെന്നിൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? TE വാസുദേവനാണ്. TE വാസുദേവനാണ് ആദ്യമായിട്ട് JC ഡെന്നിൽ പുരസ്കാരം ലഭിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ് കോമൺവെൽത്ത് ഗെയിം ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, 3 ചോദ്യങ്ങളാണ്. അപ്പോൾ ഓർത്തിരിക്കുന്നതാണ്, കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടണിലാണ്. അടുത്ത ചോദ്യം ഇതാണ്: ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഇത് കറണ്ട് അഫയേഴ്സ് പഠിച്ചവർക്ക് അറിയാമായിരിക്കും. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? D ആണ് ആൻസർ. 107 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഇപ്പോഴത്തെ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? BVR സുബ്രഹ്മണ്യനാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിനെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ഇതിൽ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നതല്ല അധ്യക്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം 1ഉം 2ഉം ആണ്. അപ്പൊ ഏത് വരും? ഓപ്ഷൻ ബി 1ഉം 2ഉം ആണ് ആൻസർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യമാണെന്ന് പറഞ്ഞത് ശരിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് എന്ന് തന്നെയാണ് ഈ പറയുന്ന 1929 ലാഹോർ തന്നെയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. തെറ്റായ ജോഡി കണ്ടെത്തുക. ഇതിൽ ഏതാണ് തെറ്റ്? ഇത് എന്താണ്? അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ആണ്. ഗദർ പാർട്ടി ലാല ഹർദയാലാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി ഏതാണ്? സൂര്യസെൻ ആണ്. ഇതിലേതാണ്? അനുശീലൻ സമിതി ആണ് തെറ്റായിട്ട് വരുന്നത്. അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല, അതാണ് തെറ്റായിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? D ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഏതാണ്? D ആണ് കേട്ടോ. തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അനുശീലൻ സമിതി ആരല്ല? ചന്ദ്രശേഖർ ആസാദ് അല്ല, തെറ്റാണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച്, ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. വ്യവസ്ഥയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇതിൽ ഒന്നാമത് ശരിയാണ്. സെമീന്ദർമാരായിരുന്നു ടാക്സ് കളക്ട് ചെയ്തിരുന്നത്. കോൺവാലിസ് പ്രഭു ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ 1ഉം 2ഉമാണ്, 1ഉം 3ഉം ആണ്. അതായത് ഏതൊക്കെയാണ്? C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1ഉം 3ഉം ആണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. 1ഉം 3ഉം ആണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ആരാണ്? ഹീരാലാൽ സമരിയാണ്. ഇപ്പോൾ ഒന്നാണ് ഹീരാലാൽ സമരിയാണ് നമ്മുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കുക കേട്ടോ. ഏതാണ്? ഇത് D ആണ്. ഇത് 1ഉം 3ഉം ആണ്. ഇതാരാണ്? ഹീരാലാൽ സമരിയാണ്. ഓക്കെ. ഇനി ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ലിബുലേഖ് ആണ് കേട്ടോ. ലിബുലേഖ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. ഓക്കെ. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? വിസ്തൃതമായ വൃഷ്ടിപ്രദേശമാണ് ആർക്കൊണ്ട്? ഹിമാലയൻ നദികൾ കൊണ്ട്. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ കഠിന ശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല, തെറ്റാണത്. സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ഉണ്ട്, ശരിയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അല്ല. ഓക്കെ. ഏതൊക്കെയാണ്? 1ഉം 3ഉം ആണ് അല്ലേ. 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 1 ശരിയാണ്, 3ഉം ശരിയായിട്ട് വരുന്നതാണ്. ഓക്കെ. ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് എത്രയാണ്? നിങ്ങൾക്ക് അറിയാം, അത് 10ാം ക്ലാസ്സിൽ വരുന്നതിനാണ്. എല്ലാം ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ ഉണ്ട് പറഞ്ഞിരിക്കുന്ന മിക്ക ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തു പോയ കറണ്ട് അഫയേഴ്സ് ഒഴിച്ചുള്ള മിക്ക ചോദ്യങ്ങളും നിങ്ങളുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുമായിരുന്നു കേട്ടോ. 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ നിന്ന് മാത്രം ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ. ഇത് 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ നിന്ന് വരുന്നതാണ്. ചുവടെ തന്നിരിക്കുന്നവ മില്യൺ ഷീറ്റ്സ് പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:, മില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ്. 1:10 ലക്ഷമാണ് ആൻസർ വരുന്നത് കേട്ടോ. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ, 3 കാലാവസ്ഥ ഇന്ത്യക്ക് ഉണ്ടെന്നറിയാം. ഖാരിഫ്, സെയ്ദ്, റാബി എന്ന് പറയുന്നത് ഏതാണ്? റാബിയാണ്. ഈ പറയുന്ന നവംബറിൽ തുടങ്ങി, വിന്ററിന്റെ ആദ്യം തുടങ്ങി എപ്പോൾ അവസാനിക്കും? മാർച്ച് അവസാനിക്കുന്ന ഏതാണ്? റാബിയാണ് കേട്ടോ. റാബി വിളകളൊക്കെ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഇതും പാഠപുസ്തകത്തിലെ ചോദ്യമാണ്. 10ാം ക്ലാസ്സിലെ ടെസ്റ്റിൽ നിന്ന് വന്നതാണ്. ഓക്കെ. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വലിയ കറണ്ട് അഫയേഴ്സ് ആണ്. ഏതാണ്? ഇടമലക്കുടിയാണ്. ഏതാണ്? ഇടമലക്കുടി.
പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുറംപണിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദ്യം. എന്താണ്? 1991 സാമ്പത്തിക പരിഷ്കാരങ്ങൾ ബന്ധമുണ്ട്, സേവന മേഖല ബന്ധമുണ്ട്, ആഗോളവൽക്കരണം എന്നുള്ള മേഖല ബന്ധമുണ്ട്. ഇതിൽ ഏതാണ് ഇല്ലാത്തത്? നാലാമത്തെ മാത്രമാണ്, ഡി ആണ്. ഭൂപരിഷ്കരണത്തിന് എന്തില്ല? ഇതുമായിട്ട് ബന്ധമില്ല. പുറംപണിയുമായി ബന്ധമില്ലാത്ത ഏതാണ്? നാലാമത്താണ്, ഭൂപരിഷ്കരണമാണ് കേട്ടോ. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ ഇതും കറണ്ട് അഫേഴ്സ് ആണ്. ഏതാണ്? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഇത് നമുക്ക് 10ാം ക്ലാസ്സിലെ ടെസ്റ്റിലുള്ളതാണ് കേട്ടോ. ഏതാണ്? ഛോട്ടാ നാഗ്പൂറാണ്. ഇതൊക്കെ ടെസ്റ്റിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ അടുത്ത കറണ്ട് അഫേഴ്സ് ആണ്. കറണ്ട് അഫേഴ്സ് അല്ല, ബേസിക് നോളജ് ആണ്. എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്ത ഏതാണ്? താഴെ തന്നിരിക്കുന്ന ബേസിക് നോളജ് ആണ്. ഏതാണ്? പ്ലാനിംഗ് കമ്മീഷന് ബന്ധമില്ലാത്ത ഏതാണ്? 1950 സ്ഥാപിതമായ, കറക്റ്റ് ആണ്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുണ്ട്, നമുക്കറിയാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, പ്ലാനിംഗ് കമ്മീഷനോട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനുശേഷം പഞ്ചവത്സര പദ്ധതി മാറാണ് ഇത് വരുന്നത്, നീതി ആയോഗ് വരുന്നത്. അപ്പോൾ ഇതൊന്നുമായിട്ട് ബന്ധമില്ലാത്ത ഏതായിരിക്കാം? ഇതാണ് നമ്മുടെ റിസർവ് ബാങ്ക് ആണ്. റിസർവ് ബാങ്ക് ആണ് ശരിയായ ഉത്തരം. ആൻസർ ഏതാണ്? ബന്ധമില്ലാത്ത ഏതാണ്? ഡി ആണ് ശരിയായി. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി സപ്ത ഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഏതാണ്? ബി ആണ്. 2023-24 യൂണിയൻ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് ഇതെന്ന് പറയുന്നത് സപ്ത ഋഷി. കേട്ടോ, ഓർത്തിരിക്കാം. ഇനി അടുത്ത ചോദ്യം പെട്ടെന്ന് പോകാനാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പെട്ടെന്ന് പോകുന്നത്. താഴെ പറയുന്നവൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് യോജിക്കാത്തതാണ് ചോദിക്കുന്നത്. ഓക്കെ, യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഒന്നെന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആണോ? അല്ല, അതല്ലാതെ തെറ്റാണ്. അതുപോലെ തന്നെ 1946 ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. കറക്റ്റ് ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 25 വനിതാംഗങ്ങളുണ്ട്. തെറ്റാണ്. ഭരണഘടനയുടെ അന്തിമ കരട് 1949 നവംബർ 26 അംഗീകരിച്ചു. നമ്മുടെ ഭരണഘടനയിൽ ഒരേ ഒരു ഡേറ്റേ ഉള്ളൂ, അത് ഇതാണെന്ന് നമുക്കറിയാം. അപ്പം 2ഉം 4ഉമാണ് ഉത്തരവായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് 2ഉം 4ഉം മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് വാക്കാണ് ആരംഭിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപരമായ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പിന്നിലെ ആദർശങ്ങൾ. അത് ശരിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വാക്ക് ചേർത്തു? സെക്യുലർ ചേർത്തു. കറക്റ്റ് ആണ്. അപ്പൊ ഇത് കറക്റ്റ് അല്ല, ഡി കറക്റ്റ് അല്ല. ഏതാണ്? ഡി കറക്റ്റ് അല്ല. ബാക്കി 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. 1, 2, 3ഉം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 5 മുതൽ 11 വരുന്ന എവിടെയാണ്? ഭാഗം 2ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? 32നെയാണ്. ഒരു ഡൗട്ടും ഇല്ല. ഏതിനെയാണ്? 32നെയാണ്. ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയത് 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്ന് നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ലെങ്കിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരി? നല്ല ചോദ്യമാണ്. 1, സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമവ്യവസ്ഥ ചെയ്യുന്നു. കറക്റ്റ് ആണ്. പഞ്ചായത്തിന്റെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. കറക്റ്റ് ആണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അത് തെറ്റാണ്. ബാക്കി 4ാമത്തെ ശരിയാണ്. അപ്പൊ ഏതൊക്കെ? 1, 2, 4 ശരിയായിട്ട് വരുന്നത്. 1, 2, 4 ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഇനി താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത്? കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത് ഏത്? നീതി ആയോഗാണ്. ഇതാണ് നീതി ആയോഗാണ് കേട്ടോ. നീതി ആയോഗാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ലാത്തത്. ഓക്കെ, ഇനി ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106ാം ഭേദഗതി നിയമം ഇങ്ങനെ നൽകിയിരിക്കുന്ന പേര് കറണ്ട് അഫേഴ്സും ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ബേസും ആണ്. ഏതാണ്? സി ആണ്. നാരി ശക്തി വന്ദൻ അധിനിയമം എന്നാണ് പേര്. നാരി ശക്തി വന്ദൻ അധിനിയമം എന്നാണ് അതിന്റെ പേര് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? അത് ഗവർണറാണ്. ഇതും 10ാം ക്ലാസ്സിൽ ടെസ്റ്റ് പഠിക്കാനുള്ളതാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ പഠിക്കാനുള്ള ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ ഏകദേശം 10 ക്വസ്റ്റ്യൻ അടുപ്പിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനാണ്. അത് മുഖ്യമന്ത്രിയാണ്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു പോകുന്നത്. 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പറഞ്ഞ് പഠിക്കാനുള്ളതാണ്. അപ്പം SCRT ബേസ് ചെയ്താണ് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇനി LDC വരുന്നുണ്ട്, CPU വരുന്നുണ്ട്. എനിക്കറിയാം SCRT ബേസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് വരും. SCRT പഠിച്ചു തുടങ്ങുക കേട്ടോ. മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അതുപോലെ മാതാപിതാക്കൾ 2 പേരും അഥവാ ഒരാൾ മരണപ്പെട്ട സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് എന്താണ്
അവിടെ സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ പ്രതിഭാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹപൂർവ്വം. എന്താണ്? സ്നേഹപൂർവ്വം കേട്ടോ. ശരി, താഴെ പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏതൊക്കെയാണെന്നുള്ളത് ഇതില് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടമാണ്. കറക്റ്റാണ്. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. കറക്റ്റാണ്. അതുപോലെ കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറയായ ലഘു സാമ്പത്തിക പദ്ധതിയാണ് മൈക്രോ ഫിനാൻസിംഗ് പദ്ധതി. ശരിയാണ്. അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. അതും ശരിയാണ് അല്ലെ? ഇതെല്ലാം എന്താണ്? ശരിയാണ്. ശരിയാണ്. അടുത്ത 31ാമത്തെ ചോദ്യം ഇതാണ്. കണ്ണീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ്? രാസാഗ്നി എന്ന് പറഞ്ഞാൽ ലൈസോസോം ആണ് കേട്ടോ. ലൈസോസോം ആണ്. അത് പഠിച്ചു വെക്കുക കേട്ടോ. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഒരുപാട് പദ്ധതികൾ PSC ചോദിച്ചല്ലേ? പദ്ധതികൾ പഠിച്ചവർക്ക് അറിയാതാണ്. സ്പെക്ട്രം ആണ് കേട്ടോ. സ്പെക്ട്രം ആണ്. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപിക്കോ എവിടെയാണ്? അപിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനം ബന്ധപ്പെട്ടിരുന്നത്? കർണാടകയാണ് ആൻസർ കേട്ടോ. കർണാടകയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെയാണ്? ഫാറ്റി ലിവറും പ്രമേഹമാണ്. അപ്പൊ ഏതൊക്കെ വരും? 1ഉം 2ഉം ആണ്. 1, 2 ആണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഫാറ്റി ലിവറും പ്രമേഹവും. ഓക്കെ. ഇനി കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? വളരെ അകലെയുള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നില്ല. തെറ്റാണ്. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപീകരിക്കുന്നുണ്ടോ? ഈ പറയുന്നത് ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് തെറ്റായിട്ട് പോകില്ല. അപ്പൊ 2ഉം 3ഉം ആണ് ശരി എന്ന് പറയുന്നത്. കേട്ടോ. ഇനി ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിനെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് ഏതാണ്? ആർക്കിമിഡീസിന്റെ സിദ്ധാന്തമൊക്കെ നിങ്ങൾക്ക് ഇവിടെ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ട്. ഇതെല്ലാം പാഠപുസ്തകത്തിലുള്ളത് തന്നെയാണ്. ഓക്കെ. പ്ലവക്ഷമ ബലം വസ്തുവിന്റെ വ്യാപ്തത്തെ ആശ്രയിച്ചിരിക്കുന്നു, ഓളിത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തുവിനെ ആദ്യം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരം പുറത്തേക്ക് തൂകുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. കറക്റ്റ് ആയിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ സാന്ദ്രത സ്വാധീനിക്കും. കറക്റ്റാണ്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. എല്ലാം ശരിയാണ്. ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? 3 ഡേറ്റ് ആണ്. ഇത് പഠിച്ചവർക്ക് അറിയാവോ? പഠിച്ചവർക്ക് എഴുതാൻ പറ്റും. 3 ഡേറ്റ് ആണ്. പക്ഷേ ഇതെന്താണ്? എല്ലാം ശരിയാണ് കേട്ടോ. കറക്കി കുത്തിയാലും ശരിയായിട്ട് വരും. എന്താണ്? എല്ലാം ശരിയാണ്. ജസ്റ്റ് ഇത് ഡേറ്റ്സിലെ നമുക്ക് തെറ്റിപ്പോവാന്ന് പറഞ്ഞാൽ മാറ്റി കുത്തിക്കളയല് എന്നാണ്. എല്ലാം ശരിയാണ് കേട്ടോ. ജൂലൈ 14 വിക്ഷേപിച്ചത്. ഓഗസ്റ്റ് 5 ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തി. ഓഗസ്റ്റ് 23 എന്ത് ചെയ്തു? ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ലാൻഡ് ചെയ്തു. എക്സ് എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. നമുക്കറിയാം എക്സ് എന്ന ആറ്റത്തിന്റെ ഷെല്ലുകൾ എത്രയാണ്? മൂലകത്തിന്റെ ആറ്റത്തിൽ 3 ഷെല്ലുകളുണ്ട്. 3 ഷെല്ല് എന്ന് പറയുമ്പോൾ ഷെല്ലിന്റെ എണ്ണമായിരിക്കും എന്ന് പറയുന്ന പീരീഡ്. 3 പീരീഡും ഒരു ഗ്രൂപ്പുമാണ്. ഷെല്ല് എത്ര ഷെല്ലുണ്ടോ അതാണ് എന്തെന്ന് പറയുന്ന പീരീഡിന്റെ നമ്പർ എന്ന് പറയുന്നത്. എത്ര ഷെല്ലുണ്ടോ അതായിരിക്കും പീരീഡിന്റെ നമ്പർ എന്ന് പറയുന്നത്. ഈ മൂലകത്തിന്റെ ബാഹ്യമായ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതാണ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 3ാമത്തെയാണ് ആൻസർ. 3ാമത്തെ പീരീഡും 1ാമത്തെ ഗ്രൂപ്പും ആയിരിക്കും. വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും. അല്ല. കാര്യം വാതകമാണ് എന്ന് പറയുന്നത് ഏറ്റവും സാന്ദ്രത കുറഞ്ഞെന്ന് പറയുന്നത് അല്ലേ? തന്മാത്രകൾ തമ്മിൽ എന്താണ്? അകലം വളരെ കുറവായിരിക്കുന്നത് തെറ്റാണ്. അപ്പൊ ഇതൊക്കെ 2ഉം 3ഉം ആയിരിക്കും ശരിയായിട്ട് വരുന്നത് അല്ലെ? 2ഉം 3ഉം ആണ് ശരി എന്ന് പറയുന്നത്. 2023 രസതന്ത്ര നൊബേൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയതാണ്? ഇതാണ് ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിന്റെ സങ്കലനവുമാണ്. 4ാമത്തെ D ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത മാത്സിലെ 10 ചോദ്യങ്ങളാണ്. നമുക്ക് മാത്സിലെ 10 ചോദ്യങ്ങൾ നോക്കാം. 100നും അല്ലെങ്കിൽ 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ്. നമ്മൾ അത് എഴുതി നോക്കിയാൽ മതി. 7, 14 ടേബിൾ എഴുതി നോക്കിയാൽ മതി. എത്രയാണ്? 14 എണ്ണം ഉണ്ടായിരിക്കും. 1നും 100നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 14 ആണ് കേട്ടോ. ഇനി 1നും അത് നമ്മൾ പറഞ്ഞതാണ്. അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു കോണളവ് കൊടുത്തിരിക്കുന്നതാണ് അല്ലേ? ഇങ്ങനെ വരച്ച് നോക്കി നമ്മൾ ഇതൊക്കെ വെച്ച് വരച്ച് വരുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 ആയിട്ട് ആൻസർ കിട്ടും. എത്ര വരും? 80 ആണ് ഈ പറയുന്ന ആൻസർ അല്ലേ? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. ഇതൊക്കെ നമ്മൾ പണ്ട് സ്കൂൾ ടെസ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇത്രയാണ് 80 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പൈതഗോറിയൻ തീരങ്ങൾ പെടാത്ത ഏതാണ്? ഇപ്പൊ നമ്മൾ A² ഈ പറയുന്ന എന്താണ് ഇങ്ങനെ വരച്ചിട്ട് ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇവിടെ 3ഉം 4ഉം ആണെന്നുണ്ടെങ്കിൽ 3² + 4² = 5² എന്ന് ഇവിടെ വരണം. ഇതിൽ വരാത്ത ഏതാണ്? C ആണ്. C വരത്തില്ല. ബാക്കിയെല്ലാം വരും കേട്ടോ. അതിപ്പോൾ ഏതാണ് ആൻസർ? C ആണ് ആൻസർ കേട്ടോ. C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. C ആണ് ആൻസർ ആയിട്ട് വരുന്നത്. C ആണ് ആൻസർ. ഓക്കെ. ഇനി ഈ പറയുന്ന ഏതാണ്? പൈതഗോറസ് തന്നെയാണ് അല്ലേ? 2² + 2² എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പൈതഗോറസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഈ പറയുന്ന AB ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ പറയുന്ന AB നമുക്ക് കണ്ടുപിടിക്കണം. AB കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് ആവും. അതുകൊണ്ട് തന്നെ 4 സൈഡും ഈക്വൽ ആയിട്ട് വരുന്നത് എത്രയാണ്? ഈ പറയുന്നത് 2√2 ആണ് ആൻസർ. ഇവിടെ 2√2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 2√2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ കട്ട് ചെയ്ത് പോകുമ്പോൾ എത്ര കിട്ടും? 1/10,000 എന്ന് കിട്ടും. 1/10,000 എന്ന് കിട്ടും. കട്ട് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് താഴത്തെ ഡിനോമിനേറ്റർ മാത്രമേ നമുക്ക് കാണുള്ളൂ. വെച്ച് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1/10,000 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ ആൻസർ ഏതാണ്? B ആണ്.
ഓക്കെ, ഇനി ഇത് നമുക്ക് ഇവിടെ വരുന്നത് എങ്ങനെയാണ്? 16, ഇവിടെ അതിനകത്ത് 16 അപ്പോൾ റൂട്ട് 16 4 വരും. അപ്പോൾ 4 എഴുതി കഴിഞ്ഞാൽ എത്ര? 21 + 4 25 വരും. വീണ്ടും റൂട്ട് ഇട്ട് വരുമ്പോൾ എത്ര വരും? 25 റൂട്ട് 5 വരും. 5 4 എത്ര വരും? 9. 9 വീണ്ടും റൂട്ട് ഇടുമ്പോൾ എത്രയായിട്ട് മാറും? 3 ആയിട്ട് മാറും. 1 + 3 എത്രയാണ്? 4. റൂട്ട് വരുമ്പോൾ എത്ര? 2 ആണ് ആൻസർ വരും. ഇതാണ് 2 ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി ഇത് ഈ സ്കോർ എടുത്ത് എളുപ്പമാണ്. 999 സ്കോർ ചെയ്യുക, 1 സ്കോർ ചെയ്യാൻ മൈനസ് ചെയ്താൽ എത്ര വരും? ഈ പറയുന്ന 998.000 എന്ന് പറയുന്ന ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബി ആണ് ആൻസർ വരുന്നത്. ഇത് ചെയ്ത് നോക്കേണ്ടതാണ്. ഇത് എത്രയാണ് ആൻസർ? ഡി ആണ് ആൻസർ വരുന്നത്. ഇതിന്റെ ആൻസർ എത്രയാണ്? ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഈ ആൻസർ എത്രയാണ്? ഡി ആണ്. ഓക്കെ, ഡി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ശരി, ഇത് എത്രയാണ്? ഡി ആണ് ആൻസർ വരുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഡി 2 ഇപ്പം 47ാമത്തെ ചോദ്യം ഇതാണ്. എത്രയാണ്? ഈ പറയുന്ന 2 എത്രയാണ്? 1000 മൈനസ് 2 999 ആണ്. എത്ര വരും? 2 999 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ആൻസർ ഓർത്ത് അത് പഠിച്ചു വെക്കുന്നത്. 999 ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ വരുന്നത് അടുത്ത ഈ ക്രമത്തിൽ വരുന്നത് എ ആണ് ആൻസർ വരുന്നത്. നിങ്ങൾ ഈ പറയുന്ന ഭിന്നസംഖ്യകൾ എന്താണ് ആരോഹണ ക്രമത്തിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഏതാണ്? എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 3/4, 9/8, 8/7, അതുപോലെ എന്താണ് 6/5 എന്ന് പറയും. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അത് നമുക്ക് മുമ്പും PSC ചോദിച്ചുള്ള ചോദ്യമാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതിൽ അടുത്ത ചോദ്യം 50ാമത് ഇതാണ്. 1/n + 2/n + 3/n + 4/n കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എത്രയാണ്? n/n എന്ന് പറയുന്നത് എത്രയാണ്? ഇക്വേഷൻ എത്രയാണ്? n + 1/2 ആണ്. ഇതിന്റെ ആൻസർ എത്രയാണ്? n + 1/2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഇക്വേഷൻ പഠിച്ചവർക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക് ആണ്. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമുക്ക് പ്രൊവിഷണൽ ആൻസർ ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരണമെന്നില്ല. PSCയുടെ ഫൈനൽ ആൻസർ വരുമ്പോൾ ചില ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്ത് കളയാം. അതുപോലെ ചിലതിന് ആൻസർ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. നമ്മൾ ജസ്റ്റ് ഇന്നത്തെ പരീക്ഷ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, പ്രൊവിഷണൽ ആൻസർ വെച്ച് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. ക്രിമിനൽ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കേണ്ട കുട്ടികളുടെ പ്രായം എത്രയാണ്? അതായത് നമുക്ക് പറഞ്ഞു പോകുന്നുണ്ട് എത്രയാണ്? 7 വയസ്സാണ്. 7 വർഷത്തിന് താഴെയുള്ള, അല്ലെങ്കിൽ 7 വയസ്സിന് താഴെയുള്ളതാണ് കേട്ടോ. ക്രിമിനൽ ബാധ്യതയിൽ നിന്നും ഒഴിവാക്കേണ്ട കുട്ടികളുടെ പ്രായം എത്രയാണ്? 7 വയസ്സിൽ താഴെയാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 52 സ്വമേധയുള്ള ലഹരി എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ്? സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി 53ാം ചോദ്യം ഇതാണ്. ഈ IPCയുടെ 97ാം വകുപ്പ് സ്വത്തിന്റെ സ്വകാര്യ സംരക്ഷണത്തിനുള്ള അവകാശം ഇനി പറയുന്ന കുറ്റങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നതാണ്. മോഷണവും കവർച്ചയാണ് കേട്ടോ. മോഷണവും കവർച്ചയാണ് ഇതിൽ ഉത്തരവായിട്ട് വരുന്നത്. ഇനി 16 വയസ്സിന് താഴെയുള്ള അവിവാഹിതയായ പെൺകുട്ടിയെ പിതാവിന്റെ സമ്മതമില്ലാതെയാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിക്ക് 16 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെന്ന് വിശ്വസിച്ചാണ് പ്രതി കൂട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? എ ആണ്. എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ പ്രവൃത്തി നിയമവിരുദ്ധമായതിനാൽ നിയമപ്രകാരം എന്താണ് പ്രതിരോധം നേടാൻ സാധിക്കില്ല. ഏത് കേസിലാണ് വാറണ്ട് ഇല്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിയുക? 7 വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ സെക്ഷൻ 2X പ്രകാരം വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ ഡാഷ് വർഷങ്ങളിൽ കൂടുതലുള്ള തടവോ ആയ ഒരു കുറ്റമാണ് വാറണ്ടായിട്ട് കണക്കാക്കുന്നത്. ഏതാണ്? 2 വർഷമാണ്. ആൻസർ ഏതാണ്? 2 വർഷമാണ്. 1973 ക്രിമിനൽ നടപടി ചട്ടത്തിന്റെ 164ാം വകുപ്പ് പ്രകാരം എന്താണ്? ഇതിൽ ആർക്കാണ് ചെയ്യണം? ഇതിൽ എ ആണ്. പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളോ ഹാജരാക്കുന്ന ഒരാളുടെ മൊഴി മാത്രമേ രേഖപ്പെടുത്താൻ കഴിയൂ. അത് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇതിന്റെ. ഓക്കെ, തെളിവ് നിയമത്തിലെ വകുപ്പ് 32(4) പ്രകാരം ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ എന്താണ് ഉൾപ്പെടുന്നത്? അതെന്താണ്? പൊതു അവകാശങ്ങളും ആചാരങ്ങളും സ്വീകാര്യമാണ്. പൊതു അവകാശങ്ങളും ആചാരങ്ങളും എന്താണ്? സ്വീകാര്യമാണ് കേട്ടോ. ഇനി തെളിവ് നിയമത്തിലെ സെക്ഷൻ 45 പ്രകാരം ഒരു വിദഗ്ധന്റെ അഭിപ്രായം എന്ന് പറയുന്നത് എന്താണ്? പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. എന്താണ്? പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. എന്താണ്? പിന്തുണയ്ക്കുന്നതും സ്ഥിരീകരിക്കുന്നതുമായ സ്വഭാവമാണ്. ഇതിന് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 2011 കേരള പോലീസ് ആക്ട് പ്രകാരം പബ്ലിക് ഓർഡറിന്റെയോ അപകടത്തിന്റെയോ ഗുരുതരമായ ലംഘനത്തിന് കാരണമായതിന് പിഴ ചുമത്താവുന്ന സാഹചര്യം എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? എല്ലാം ശരിയാണ്. ഓക്കെ, കമ്മ്യൂണിറ്റി പോലീസിംഗ് ഏത് പ്രസ്താവനയാണ് തെറ്റ്? ഇതിൽ ഏതാണ് തെറ്റെന്നാണ് ചോദ്യം. ഇതിലേതാണ്? കമ്മ്യൂണിറ്റി പോലീസിന് എന്തില്ല? എല്ലാ അധികാരവും ഉണ്ടായിരിക്കും എന്നുള്ള തെറ്റാണ്. പോലീസിന്റെ എല്ലാ അധികാരം ആർക്കില്ല? കമ്മ്യൂണിറ്റി പോലീസിങ്ങിന് ഇല്ല. തെറ്റാണ്. ഓക്കെ, സി ആണ് ആൻസർ കേട്ടോ. കേരള പോലീസ് ആക്ട് പ്രകാരം പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? മുകളിൽ പറഞ്ഞ എല്ലാം ഈ പറയുന്ന എല്ലാം എന്ത് ചെയ്യണം? പോലീസ് പ്രവർത്തിച്ചിരിക്കണം. പോസ്കോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത്? എ ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയാണ്. ഓക്കെ, 2012 പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4ാമത്തെ സെക്ഷൻ ആണ് കേട്ടോ. സെക്ഷൻ 4 ആണ് കേട്ടോ. കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്ന പ്രൊവിഷണൽ ആൻസർക്കാണ് പറഞ്ഞു പോകുന്നത്. PSCയുടെ ആൻസർക്ക് ചിലപ്പോൾ വ്യത്യാസമായിരിക്കാം. 3 വർഷം തടവ് അല്ലെങ്കിൽ 2 ലക്ഷം രൂപ പിഴ, അല്ലെങ്കിൽ ഇവ രണ്ടുമെന്നാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. ഇതിൽ സി ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നോക്കുക. സി അല്ലെങ്കിൽ ഡി ആയിരിക്കും. അതൊന്ന് ഓർത്തിരിക്കും.
ഡൗട്ട് കേട്ടോ, സി അല്ലെങ്കിൽ ഡി ആയിരിക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗട്ട് ഉള്ള കാര്യമാണ്. ഓക്കെ, മുൻകൂർ അനുമതി ഇല്ലാത്ത കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ്. ഏതാണ്? വകുപ്പ് 66 2005 വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിന്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഏതാണ്? പ്രോസസ് ആ സമയത്ത് നോട്ടിങ്ങുകൾ ഫയൽ ചെയ്യുക. ഇതെന്തെങ്കിലും വരത്തില്ല, ഈ പറയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നതിൽ വരത്തില്ല. സി ആണ് ആൻസർ കേട്ടോ. വിവരാവകാശ നിയമത്തിന്റെ 2005 സെക്ഷൻ 8(1) പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ്. ഈ പ്രസ്താവന ശരിയാണോ? ബാക്കിയാണ് ഇതാണ് പ്രസ്താവന. ശരിയാണ് കേട്ടോ, അത് ശരിയാണ്. എ ആണ് ആൻസർ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ സെക്ഷൻ 25 ഇതിനെ പറ്റി പറയുന്നു. ഈ പറയുന്ന ഒരു കുറ്റം ചെയ്യാൻ സ്ഥലവും മറ്റും അനുവദിച്ചു നൽകുന്നതിനെ പറ്റിയുള്ള ശിക്ഷയാണ് ഈ പറയുന്ന 69. ആൻസർ ബി ആണ് ആൻസർ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിന്റെ ഏത് വകുപ്പാണ് മുൻ ശിക്ഷയ്ക്ക് ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള വർദ്ധിച്ച ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഏതാണ്? ബി ആണ്. 31 സെക്ഷൻ 31. പുതുതായി രജിസ്റ്റർ ചെയ്ത നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി എത്രയാണ്? 15 വർഷമാണ്. 15 വർഷം. ഒരു ഗുഡ്സ് വാഹനത്തിന്റെ ഭാരവും നിയമാനുസൃതമായി അതിൽ കയറ്റാവുന്ന സാധനങ്ങളുടെയും ഭാരവും 12 ടണ്ണിൽ കൂടുതലായാൽ ആ വാഹനം താഴെ പറയുന്ന ഏത് കാറ്റഗറിയാണ്? N3. നമ്മൾ പഠിച്ചാണ്, ഏതാണ്? N3 കാറ്റഗറിയാണ്. ഓക്കെ, 73ാമത്തെ ചോദ്യം ഇതാണ്. ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കി നൽകുന്ന മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ ഏതാണെന്നാണ്. അത് സെക്ഷൻ ഏതാണ്? 15 ആണ് കേട്ടോ. സെക്ഷൻ 15 ആണ്. കേന്ദ്ര മോട്ടോർ വാഹന നിയമം 1989 ഏത് റൂളിലെ വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് ഡ്രൈവിംഗ് ലൈസൻസ് അസാധുവാക്കുകയോ താൽക്കാലികമായി റദ്ദ് ചെയ്യുക? അത് റൂൾ 21 ഒരു പ്രദേശത്തെ ലൈസൻസിങ് അതോറിറ്റി നമ്മൾ ഒരുപാട് തവണ പഠിച്ചാണ്. ആരാണ്? റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ആയിരിക്കും, അല്ലെ? RTO ആയിരിക്കും. താഴെ പറയുന്നതിൽ പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത് ഇതാണ്. ഗുഡ്സ് കാരേജ് ആണ് പബ്ലിക് സർവീസ് വാഹനം അല്ലാത്തത്. പഠിച്ചതാണ്, പെർമിറ്റ് പഠിച്ചപ്പോൾ ഉള്ളതാണ്, ഓർത്തിരിക്കുക. താഴെ പറയുന്ന ഏത് വാഹനത്തിനാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ഇതിൽ ഏതാണ് പെർമിറ്റിന്റെ ആവശ്യകത ഇല്ലാത്തത്? ആംബുലൻസിന് പെർമിറ്റിന്റെ ആവശ്യം ഇല്ല. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിലേതാണ്? ഇതാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ 3 വീലറോ റൈഡ് ചെയ്യുമ്പോഴോ ഡ്രൈവറോ റൈഡറോ എന്തെങ്കിലും ഒരു വാഹനത്തെ പിടിക്കുകയോ തള്ളുകയോ ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. തെറ്റാണ്. ഓക്കെ, ഒരു തുരങ്കത്തിൽ ഡ്രൈവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊന്നും ചെയ്യാൻ പാടില്ല. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഇരുചക്ര മോട്ടോർ വാഹനം മറ്റൊരു വാഹനം ഉപയോഗിച്ച് കെട്ടിവലിക്കാൻ പാടില്ല. തെറ്റാണ്. റൂൾ ഡ്രൈവിംഗ് പഠനത്തിന്റെ സിലബസ് ക്രമീകരിച്ചിരിക്കുന്നത് ഏത് റൂൾ പ്രകാരമാണ്? 31. ഡ്രൈവിംഗ് പഠിത്തത്തിന്റെ സിലബസ് ക്രമീകരിച്ച് നമ്മൾ പറഞ്ഞതാണ്. നിങ്ങൾ ഓടിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട ആർക്കെങ്കിലും പരിക്ക് പറ്റിയാൽ എന്ത് ചെയ്യണം? പരിക്കേറ്റ ആളെ എന്ത് ചെയ്യണം? വൈദ്യസഹായം ലഭ്യമാക്കുന്നതോടൊപ്പം അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. താഴെ പറയുന്നവയിൽ എമർജൻസി വാഹനം അല്ലാത്തത് ഏതാണ്? അപകടകരമായ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വാഹന നിയന്ത്രണത്തിന് സഹായിക്കുന്ന ലഘു നിയന്ത്രണ ഉപകരണം ഏതാണ്? ഇതിലേതാണ്? ഇതെല്ലാം കറക്റ്റ് ആണ്. ഇവയെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഡ്രൈവർ റോഡിലെ ആപത്കരങ്ങളായ ഹസാർഡുകളെ കണ്ടെത്തി അവ തനിക്ക് എത്രത്തോളം അപകടകാരിയാണെന്ന് ദീർഘവീക്ഷണം ചെയ്തു അപകടം ഒഴിവാക്കുന്നതിന് എന്താണ് ചെയ്യണമെന്ന് തീരുമാനിച്ചു അതനുസരിച്ച് വാഹനം നിയന്ത്രിക്കുന്ന രീതിയാണ് എന്ന് പറയുന്ന IPDE എന്ന് പറയുന്നത്. നമ്മൾ MSM പഠിച്ചപ്പോൾ നമ്മൾ തോന്നും MSM ആണോ? അവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടില്ല? ഹസാർഡുകളെ കണ്ടെത്തുന്ന ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഏതാണ്? IPDE ആണ് ആൻസർ ആയിട്ട് വരുന്നത്. MSM അല്ല. പല ആൾക്കാർ MSM എഴുതി കാണും. ഏതാണ്? IPDE ആണ്. കേരളത്തിലെ 4 വരി കേട്ടോ. എന്താണ് 6 വരി പാതയുടെ സ്പീഡ് അല്ല ചോദിച്ചാൽ തെറ്റിക്കാണും, പലർക്കും തെറ്റിക്കാണും. മാക്സിമം സ്പീഡ് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 4 വരി പാതയാണ്. 4 വരി ദേശീയ പാത. കേരളത്തിലെ 4 വരി ദേശീയ പാതയാണ് ചോദിച്ചിരിക്കുന്നത്. അത് വായിക്കാത്ത എല്ലാവർക്കും തെറ്റിക്കാണും കേട്ടോ. പാതകൾ മോട്ടോർ കാറുകൾക്ക് അനുവദിച്ചുള്ള പരമാവധി വേഗത എത്രയാണ്? 100 km/h ആണ്. 100 km/h ആണ്. ഒരു ചരക്ക് വാഹനത്തിന്റെ അമിത ഭാരം കയറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ ആരാണ്? അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. താഴെ കൊടുത്തിരിക്കുന്നതിൽ അദ്ദേഹമാണ്. താഴെയുള്ള പ്രസ്താവനകൾ ശരി ഏതാണ് കേട്ടോ? ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് ഏതാണ്? പിഴ കൊടുക്കുന്നതും ലൈസൻസ് അയോഗ്യത കൽപ്പിക്കേണ്ടതുമായ കുറ്റമാണ്. സി ആണ്. നമുക്ക് MV ആക്ടിൽ കറക്റ്റ് എടുത്ത് പറയുന്നുണ്ട്. സി ആണ് ആൻസർ കേട്ടോ. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 185 പ്രകാരം രക്തപരിശോധനയിൽ ഒരു ഡ്രൈവർ മദ്യപിച്ചു വാഹനം ഓടിക്കുന്നതായ കുറ്റം ചുമത്തപ്പെട്ടാൽ വേണ്ടുന്ന കുറഞ്ഞ അളവ് എത്രയാണ്? രക്തത്തിൽ എത്ര അളവ് ഉണ്ടായിരിക്കണം? ആൽക്കഹോൾ 30 മില്ലിഗ്രാമിന് മുകളിലാണെങ്കിലാണ്. 100 മില്ലിലിറ്ററിൽ എത്രയാണ്? 30 മില്ലിഗ്രാമിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്? മദ്യപിച്ചു അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ, താഴെയുള്ള പ്രസ്താവനകൾ ശരി ചെയ്ത്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 192 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത മോട്ടോർ വാഹനം ഉപയോഗിക്കാവുന്ന സാഹചര്യം ഏതൊക്കെയാണ്? എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? അടിയന്തരമായി രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയും അടിയന്തര ഘട്ടങ്ങളിൽ മരുന്നുകൾ എത്തിക്കുന്നത്. ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. മോട്ടോർ വാഹന നിയമം 1988 സെക്ഷൻ 134 പ്രതിപാദിക്കുന്ന ഗുഡ് സമരിറ്റൻ
ഗുഡ് സമരിറ്റൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. ഏതാണ് എന്നാണ് ചോദ്യം. ഇതാണ് 1, 2, 3 ആണ്. 1, 2, 3 ശരി തന്നെയാണ്. 24 വോൾട്ട് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഹെവി വാഹനത്തിൽ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് ബൾബുകളുടെ പരമാവധി പവർ എത്രയാണ്? 70, 75 വാട്ടാണ്. 75 ആണ്. 75 വാട്ടാണെന്ന് ഓർത്തിരിക്കുക. ഇത് ആൻസർ ആണ്, നമ്മൾ പറഞ്ഞു പോയ കാര്യമാണ്. ഓക്കെ. മോട്ടോർ വാഹന നിയമം 1988 വകുപ്പ് 207 പ്രകാരം രജിസ്ട്രേഷൻ ഇല്ലാത്ത സർവീസ് നടത്തിയ വാഹനം പിടിച്ചെടുക്കാൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാരാണ്? പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ്. പോലീസ് സബ് ഇൻസ്പെക്ടർ ആണ്. ഒരു മോട്ടോർ സൈക്കിൾ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം കേട്ടോ. ഇതില് ഏതൊക്കെയാണ്? ക്രാഷ് കാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാർ ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു. 1, 2, 4. ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞു പോകുന്ന സമയത്ത് MB ആക്ടിൽ പറഞ്ഞു പോയ അടുത്ത് എന്ത് പറഞ്ഞിട്ടില്ല? ക്രാഷ് കാർഡ് അല്ലെങ്കിൽ ക്രാഷ് ബാറിനെ പറ്റി പറഞ്ഞിട്ടില്ല. ബാക്കി 3 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാൻഡ് ഹോൾഡും ഫുഡ് റെസ്റ്റും സാരി കാർഡും നമ്മൾ എടുത്തു പറഞ്ഞു. ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും. ഡി ആണ് ആൻസർ. ഡി ആണ് ആൻസർ. ഓക്കെ. നമ്മൾ ഇതും എവിടെയാണ് നമ്മുടെ ഈ പറയുന്ന നമ്മളൊരു വാഹനത്തിൽ ഉണ്ടായിരിക്കുന്ന MB ആക്ടിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോയ സമയത്ത് പറഞ്ഞു പോയി. MB ആക്ട് പറഞ്ഞിട്ടുണ്ട് ഒരു വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യം പറഞ്ഞു വരുമ്പോൾ എടുത്തു പറഞ്ഞാണ്. റൺ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ടയറുകൾ അല്ല ആ ടൈപ്പ് ടയറുകൾ ഘടിപ്പിച്ചു കൊടുക്കുന്ന വാഹനങ്ങളിൽ എന്ത് മതി? ടൂൾ കിറ്റും മതി, ഫസ്റ്റ് എയ്ഡ് കിറ്റും ഉണ്ടായിരിക്കണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സ്പെയർ വീൽ വേണമെന്നോ എയർ പമ്പ് വേണമെന്നോ നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ആൻസർ ഏതാണ്? 2ഉം 3ഉമാണ്. 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. 2ഉം 3ഉമാണ് കേട്ടോ. ഓക്കെ. താഴെ പ്രതിപാദിച്ചിരിക്കുന്നവയിൽ ഏത് തരം ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് സ്പീഡ് ഗവർണർ നിർബന്ധമല്ല? ഇത് തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് കറക്റ്റ് ആണ്. അപ്പൊ ഡി മാത്രം എഴുതിയ ആൾക്കാർ കാണും. പക്ഷെ എന്താണ് ഈ പറയുന്ന ഒന്നിനും എന്തിന്റെ ആവശ്യമില്ല? സ്പീഡ് ഗവർണറിന്റെ ആവശ്യം ഇല്ല. എന്താണ്? 1, 2, 3, 4 ആണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഹസാർഡ് ചരക്കുകൾ കൊണ്ടുപോകുന്ന ടാങ്കർ ലോറികളിൽ എമർജൻസി ഇൻഫർമേഷൻ പാനൽ പ്രദർശിപ്പിക്കേണ്ടത് എവിടെയൊക്കെയാണ്? പിൻഭാഗത്തും ഈ വശങ്ങളാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നതാണ്. അതുപോലെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത പെയിന്റിന്റെ നിറം ഏതൊക്കെയാണ്? ഒലീവ് ഗ്രീനും നേവി ബ്ലൂവുമാണ്. നമുക്കിതിൽ ഒരു കളറായിട്ട് എഴുതാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇതാണ് 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ്. സ്പാർക്ക് അറസ്റ്റ് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വാഹനം ഏതാണ്? ഈ പറയുന്ന CNG ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങളല്ല. ഏതാണ് ഈ പറയുന്ന പെട്രോളിയം ടാങ്കർ ട്രക്കാണ്. പെട്രോളിയം ടാങ്കർ ട്രക്കാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. പെട്രോളിയം ടാങ്കർ ട്രക്കാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് ആൻസർ കേട്ടോ. ഫാസ്ടാഗ് നിർബന്ധമായും ഘടിപ്പിക്കേണ്ട മോട്ടോർ വാഹനം ഏതാണ്? ഇതിൽ ഏതിനാണ് ഫാസ്ടാഗ് ഘടിപ്പിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് അറിയാം, മോട്ടോർ ക്യാബിനാണ്. സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. വളരെ അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ കൺഫ്യൂസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം മാത്രം വായിച്ച് ടിക്കറ്റ് കഴിഞ്ഞാൽ തെറ്റും. ഒരു 3, 4, 5 മാർക്ക് തെറ്റിക്കാണ്. നിങ്ങൾക്ക് തെറ്റിക്കാണ്, ഉറപ്പായിട്ടും തെറ്റിക്കാണ്. കാര്യം വീണ്ടും വായിക്കുമ്പോഴായിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുക. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമാണ്. GK ആണെങ്കിലും ഡയറക്റ്റ് ആണ്, മാത്സ് ആണെങ്കിലും എളുപ്പമാണ്. ഈ പറയുന്ന പോലീസിന്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെങ്കിലും പലതും എന്താണ് ഡയറക്റ്റ് ആണ്. ഒരു 5-6 മാർക്കിന് സെക്ഷൻ ഏതെന്ന് ചോദിച്ചായിരുന്നു അല്ലെ? അതിപ്പോൾ പഠിപ്പിക്കാനായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ക്വസ്റ്റ്യൻ വളരെ പാടുള്ളതല്ല. കാര്യം ഡയറക്റ്റ് ആണ്. ഏകദേശം ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്താണ്, നിങ്ങൾ അത്യാവശ്യം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ജോലി പ്രതീക്ഷിക്കാം. ഒരുപാട് വലിയ കട്ട് ഓഫ് ഒന്നും വരത്തില്ല. ഇതിന് എന്തുണ്ട്, ഈ പറയുന്ന ഫിസിക്കലും ഡ്രൈവിംഗ് ടെസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം മാർക്ക് ഉണ്ടെങ്കിൽ ഇത് പ്രതീക്ഷിക്കാം. നമുക്ക് എന്താണ് ഇനി ഇത് കഴിഞ്ഞിട്ട് CPU വരുന്നുണ്ട്, LDC വരുന്നുണ്ട്. നമുക്ക് എന്താ ബാക്കി വീഡിയോകളായിട്ട് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.